ഹായ് ഫ്രണ്ട്സ്, ടെക്ടാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നതല്ല. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫോട്ടോഷോപ്പിനെ കുറിച്ച് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു ഫോട്ടോയിൽ എങ്ങനെ നമ്മൾ കസ്റ്റം പ്രിസെറ്റ്സ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് അതിൽ ഓൾറെഡി നമുക്ക് കുറച്ച് ഡിഫാൾട്ട് പ്രിസെറ്റുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് കസ്റ്റമായിട്ട് പുതിയ പ്രിസെറ്റ് നമുക്ക് നെറ്റിൽ നിന്നും മറ്റൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പ്രിസെറ്റ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുക, കസ്റ്റം പ്രിസെറ്റ്സ് എങ്ങനെ ആഡ് ചെയ്യാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫോട്ടോ നമുക്ക് ഫോട്ടോഷോപ്പ് വെച്ച് തുറന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഫോട്ടോഷോപ്പ് വെച്ച് തുറന്നിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിസെറ്റ്സിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോ തുറക്കുമ്പോൾ നമുക്കിപ്പോൾ പ്രിസെറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ഫിൽറ്ററിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ക്യാമറ റോ ഫിൽറ്റർ അഥവാ കൺട്രോൾ ഷിഫ്റ്റ് എ എന്നുള്ളൊരു ഓപ്ഷൻ വഴി നമുക്ക് ചെയ്യാറ് സാധാരണ ഗതിയിൽ. കൺട്രോൾ ഷിഫ്റ്റ് എ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ക്യാമറ റോ ഒരു ഇത് വരും. ഓക്കെ, അതിൻ്റെ ഒരു വിൻഡോ വരും, ക്യാമറ റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ വരും. 12.3 പുതിയ വെർഷനാണ്. കഴിഞ്ഞൊരു ജൂൺ ജൂലൈ ഇറങ്ങിയൊരു വെർഷനാണ് ഏകദേശം 12.3 ക്യാമറ റോ 12.3 എന്ന് പറയുന്നത്. ഏകദേശം ഒരു ലൈറ്റ് ഒരു സിമിലാരിറ്റിയുള്ളൊരു വെർഷനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മൊത്തത്തിലൊരു ഇൻ്റർഫേസ് ഒക്കെ മാറി. മുന്നേ എങ്ങനെയായിരുന്നില്ല. മുന്നേ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നീളത്തിൽ പാനൽസ്, ഈ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനത്തോട് ഇതൊക്കെ ഈ ഒരു ഏരിയയിലായിരുന്നു. ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഇതൊക്കെ ഈ ഒരു ഏരിയയിലും ഇവിടെയുള്ളത് എങ്ങനെ നീളത്തിലായിരുന്നു. അപ്പോൾ പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ ചോട്ടിക്കാണ് ഇതിൻ്റെ എഫക്ട്സ്, കർവ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചറിൽ നമുക്ക് പ്രിസെറ്റ്സ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ കണ്ടില്ലേ, പ്രിസെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഏരിയ കാണുന്നുണ്ട്. ഈ ഒരു പ്രിസെറ്റ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ഒരുപാട് പ്രിസെറ്റ്സ്, കളറ്, ക്രിയേറ്റീവ്, കർവ്, ഗ്രെയിൻസ്, അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട പ്രിസെറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഓരോ രീതിയിലുള്ള പ്രിസെറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് അല്ല, നമ്മൾ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന പ്രിസെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രിസെറ്റ്സ് എങ്ങനെ ആഡ് ചെയ്യാം? ഓരോ ഫോട്ടോയ്ക്ക് നമുക്ക് എല്ലാ ഫോട്ടോ ഏകദേശം ഒരുമാതിരി ആവും നമ്മൾ പ്രിസെറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഭംഗി കൂടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എളുപ്പമാണ് സംഭവിച്ചത്. ഈ പ്രിസെറ്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എഡിറ്റ് ചെയ്തൊരു ലുക്ക് വരും, ഒരു പ്രൊഫഷണൽ ലുക്ക് വരും ഫോട്ടോയ്ക്ക്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ഇതിലേക്ക് കിടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇത്രയാണ് നമുക്കിതിൽ ഡിഫാൾട്ടായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രിസെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പ്രിസെറ്റ്സ് കൊണ്ടൊരു ഫോൾഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രിസെറ്റ് എന്നുള്ള ഫോൾഡറിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു പ്രിസെറ്റ് കൊണ്ടൊരു ഫോൾഡർ നമ്മൾ കുറച്ച് പ്രിസെറ്റ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്ത് തന്നെയാണ് ഇതിൽ കിടക്കുന്നതും. ഓക്കെ, അപ്പോൾ ഒരു 30 പ്രിസെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. XMB ഫോർമാറ്റുള്ളതാണ്. .xmb ആണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ വരിക പ്രിസെറ്റിൻ്റെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രിസെറ്റുകൾ ഫുള്ള് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക, Ctrl+C അടിക്കുക, കോപ്പി ചെയ്തിട്ട് നമ്മളിത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ ലോക്കൽ ഡിസ്ക് സിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു വ്യൂ എന്നുള്ളൊരു ഏരിയ പോയി കഴിഞ്ഞാൽ ഹിഡൻ ഐറ്റംസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇത് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള ഫയൽസ് ഒക്കെ അല്ലെങ്കിൽ ഫോൾഡേഴ്സിൽ വിസിബിൾ ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ യൂസേഴ്സ് എന്നുള്ളൊരു ഫോൾഡർ കാണും. ഈ യൂസേഴ്സിൻ്റെ അകത്ത് ലെനോവോയിൽ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ലെനോവോയിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് ഡാറ്റ എന്നുള്ളൊരു ഫോൾഡർ കാണുന്നുണ്ട്. ഈ ആപ്പ് ഡാറ്റ വഴി പോയി കഴിഞ്ഞാൽ റോമിംഗ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. റോമിങ്ങിനകത്ത് അഡോബി എന്ന് പറഞ്ഞൊരു ഫോൾഡർ. ഓക്കെ, അഡോബിയുടെ അകത്തൊരു ഫോൾഡർ എന്താണ് ക്യാമറ റോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇവിടെ വരുന്നുണ്ട്. ഈ ക്യാമറ റോ എന്നുള്ളൊരു ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ നമുക്ക് കിട്ടും. ഈ ഒരു സെറ്റിങ്സിനകത്ത് കയറിയിട്ട് ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച പ്രിസെറ്റുകൾ അഥവാ .xmp ഫോർമാറ്റിലുള്ള പ്രിസെറ്റുകൾ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. സ്റ്റെപ്പ് മനസ്സിലായില്ലേ? വന്ന വഴിയെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ലോക്കൽ ഡിസ്ക് സിയിൽ യൂസേഴ്സ്, ലെനോവോ, ആപ്പ് ഡാറ്റ, റോമിംഗ്, അഡോബി, ക്യാമറ റോ, സെറ്റിങ്സ്. അപ്പോൾ ഇത്രയും വഴിയുടെ വന്നിട്ട് ഇവിടെ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള പ്രിസെറ്റ്സ് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയാണ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ റീഫ്രഷ് അടിച്ചിട്ട് നമ്മളിനി എന്താ ചെയ്യുന്നത്? ഇനി ആ ഒരു ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഫോട്ടോഷോപ്പ് വെച്ച് തുറക്കാൻ പോവാം. ഫോട്ടോഷോപ്പ് CC 90 വെച്ചിട്ട് നമ്മൾ തുറക്കാൻ പോവുകയാണ് ആ ഒരു ഫോട്ടോ. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളെ പണി കഴിഞ്ഞു. നമ്മൾ സാധനം എടുത്തിട്ട് നേരെ കോപ്പി ചെയ്തിട്ട് നമ്മൾ ആ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ആ പ്രിസെറ്റുകളൊക്കെ നമ്മൾ കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യം ഫോട്ടോ തുറന്നതിന് ശേഷം ആദ്യം എന്ത് ചെയ്യുക, ഫിൽറ്ററിൻ്റെ അകത്ത് പോയിട്ട് ക്യാമറ റോ ഫിൽറ്റർ എടുക്കുക. ക്യാമറ റോ ഫിൽറ്റർ നമ്മൾ ഷോർട്ട് പറഞ്ഞു Ctrl+Shift+A ആണ്. അപ്പോൾ ഈ ഒരു ഇത് തുറന്നതിന് ശേഷം ഇവിടെ പ്രിസെറ്റ്സ് അഥവാ Shift+P അടിച്ചാലും വരും കേട്ടോ. ഈ പ്രിസെറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസർ പ്രിസെറ്റ്സ് പറഞ്ഞൊരു ഏരിയ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടില്ല. നമ്മളവിടെ ആ ഒരു ഫോൾഡർ എന്തായിരുന്നു, empty ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ യൂസർ പ്രിസെറ്റ്സ് നമ്മൾ കുറച്ച് പ്രിസെറ്റുകൾ ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് കോപ്പി ചെയ്തു. .xmp ഫോർമാറ്റിലുള്ള കുറച്ച് പ്രിസെറ്റ്സ് നമ്മൾ കോപ്പി ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇവിടെ നോക്കി കണ്ടില്ലേ, P1, P2 അങ്ങനെ കുറച്ചുകൂടി ഒരു സിനിമാറ്റിക് ലുക്ക് വന്നു. ഒരു സിനിമാറ്റിക് അല്ല, ഒരു പ്രൊഫഷണൽ ലുക്ക് വന്നു ഫോട്ടോയ്ക്ക്. ഓക്കെ, കസ്റ്റം പ്രിസെറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പ്രിസെറ്റ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളൊരു 10-30 പ്രിസെറ്റ് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിച്ചതാണ് കോപ്പി ചെയ്തിട്ട്. ഓക്കെ,
ഈ ഒരു ലെവലിലുള്ള കുറച്ച് പ്രിസെറ്റുകൾ. അങ്ങനെ പ്രിസെറ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പ്രിസെറ്റ് ആഡ് ചെയ്തിട്ടും പിന്നെ അതിൽ വേണ്ട ഭാഗത്തിന് പ്രിസെറ്റ് ആഡ് ചെയ്യുക, അങ്ങനെ മാസ്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോനെ കുറച്ചൊരു വൃത്തിയാക്കാൻ പറ്റും കസ്റ്റം പ്രിസെറ്റ്സ് ആഡ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പ്രിസെറ്റ് ആഡ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രിസെറ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ എന്ത് വരും, ആ ഫോട്ടോയിൽ ആ പ്രിസെറ്റ് അപ്ലൈ ആയിട്ട് വരും. അപ്പോൾ വലിയ പണിയില്ല, ഫോട്ടോ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് പ്രിസെറ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രിസെറ്റ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞ ഒരു 30 പ്രിസെറ്റ് നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. നമ്മൾ കോപ്പി ചെയ്തില്ല ഫോൾഡറിലേക്ക്. ആ 30 പ്രിസെറ്റ് നമ്മളൊരു സിപ്പ് ഫയലായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഡൗൺലോഡ് ചെയ്യാൻ പാകത്തിലൊരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ വഴിയിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോഷോപ്പുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് അത് യൂസ് ചെയ്യാൻ പാകത്തിൽ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് ലൈറ്റ് റൂമിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ലൈറ്റ് റൂമിലെ ഫോട്ടോഷോപ്പിലെ പ്രിസെറ്റുകൾ വ്യത്യസ്തമാണെന്നാണ് ഞാൻ ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പാണ്. ഫോട്ടോഷോപ്പിലെ പ്രിസെറ്റ്സൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ വേണ്ടവർ ആ സാധനം എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, ഇതേമാതിരി നമ്മൾ അപ്ലൈ ചെയ്യുക, യൂസ് ചെയ്യുക, ഫോട്ടോ കുറച്ച് നല്ല ഭംഗിയാക്കുക, അടിപൊളിയാക്കുക. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് പ്രിസെറ്റ് ആഡ് ചെയ്യുക, കസ്റ്റം പ്രിസെറ്റ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ട്രാക്ക് വഴി അല്ലെങ്കിൽ അതുവഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് പ്രിസെറ്റ് ആഡ് ചെയ്യാനും ഫോട്ടോസ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ സംശയങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്തിരുന്നതാണ്. പിന്നെ കൂടുതൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.